കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സച്ചി കിടന്ന് നല്ല ഉറക്കം ഉറങ്ങുവാണ്. ഈ സമയത്ത് രേവതി പതുക്കെ വന്ന് നോക്കി. അപ്പോഴാണ് ദേവുവിന്റെ വരവ്. അങ്ങോട്ട് ദേവു വന്നിട്ട് മനസ്സിലായി എന്താ സച്ചിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കും. ഒന്ന് പോടി അവിടുന്ന്, ദേ ശബ്ദം ഉണ്ടാക്കല്ലേ, സച്ചിയേട്ടൻ ഉണരുമെന്ന് പറഞ്ഞിട്ട് ദേവുവിനെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ്. ഈ സമയത്ത് ലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നു. ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല അവൻ പോകുന്നില്ലേ, അവനെ വിളിക്കും മോളെന്ന് പറയണം. അതെന്തിനമ്മേ? എടി ഇങ്ങനെ കിടന്നുറങ്ങാൻ കൊള്ളത്തില്ല, പകൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ദോഷമെന്ന് പറയാം. ഒന്ന് മിണ്ടാതിരിക്കുക എൻ്റെ അമ്മേ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, സച്ചിയാണ് അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയാം. അല്ലെങ്കിലും എന്നും ഈ രാവിലെയും പകലും ഇല്ലാതെ ഈ അലച്ചിലും ഓട്ടം അല്ലേ, കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ, അത്രയെങ്കിലും ആശ്വാസം ആവട്ടെ എന്ന് പറയണം. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, അത് മോളെ ഞാൻ അമ്മ കൂടുതലൊന്നും പറയണ്ട, ദേ ഒച്ചപ്പാടും വെള്ളമൊന്നും ഉണ്ടാക്കരുത്, പറഞ്ഞു കേട്ടല്ലോ, മിണ്ടാതെ അവിടെ ഇരിക്കാൻ പറയാണ്. ലക്ഷ്മിക്ക് വല്ലാത്ത വെപ്രാളം. ദൈവമേ, ഇനിയെങ്ങാനും ഇവൻ പോയില്ലെങ്കിൽ ഇനി എന്താ? എടി മോളെ, ഇനിയിപ്പം നിന്റെ അമ്മായിമ്മ എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, എങ്ങാനും അറിഞ്ഞാലോ. പിന്നെ പോ എൻ്റെ അമ്മേ, അനിവിടെ കൊണ്ട് ക്യാമറ വെച്ചിരിക്കുമല്ലേ, സച്ചിയാണ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ന് ദേവു പറയണം. പെട്ടെന്നാണ് സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. സച്ചി ഞെട്ടി ഉണർന്ന് എഴുന്നേക്കുക. എവിടെയാ എന്താണെന്നും മനസ്സിലായില്ല. ഈ സമയം രേവതി വന്നിട്ട് പറഞ്ഞു, അതെ സച്ചിയുടെ ഫോൺ ബെല്ലടിച്ചാന്ന് പറയണം. സച്ചി ഫോൺ എടുത്തു. ആണോ, ആ ശരി ഞാൻ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുവാണ്. പെട്ടെന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചു, ആരാ മോനെ, എന്താ കാര്യം എന്ന് ചോദിക്കും. ഓട്ടം വന്നാണ് എന്ന് പറയണം. ആണോ, എന്താ പെട്ടെന്ന് എഴുന്നേറ്റോ, മോൻ പെട്ടെന്ന് പോയിക്കോളാൻ പറയണം. ഇത് കേട്ടൻ രേവതി അമ്മേനെ ഇങ്ങനെയൊന്ന് നോക്കി. പിന്നീട് സച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ്. എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, തലയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് മയങ്ങിയതുകൊണ്ടാ ഒരു ക്ഷീണം മാറിയിട്ടില്ലെന്ന് പറയണം. ആ സമയത്താണ് ശരത്ത് അങ്ങോട്ട് വരുന്നത്. ശരത്ത് പാല് വാങ്ങാൻ പോയതായിരുന്നു. പെട്ടെന്ന് രേവതി പറഞ്ഞു, അതെ ഞാൻ ഇപ്പൊ തന്നെ ചായ വെച്ചോണ്ട് വരാന്ന് പറയണം. ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നില്ല, മോൻ പെട്ടെന്ന് പോട്ടെ, അവൻ ഓട്ടം ഉള്ളല്ലേന്ന് ചോദിക്കാം. ഈ സമയം സച്ചി പറഞ്ഞു, അത് കുഴപ്പമില്ലമ്മേന്ന് പറയണം. എന്നാലും ഇനിയിപ്പോ ഓട്ടം പോയാലോ, അതുകൊണ്ട് മോൻ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറയണേ. എങ്ങനെയെങ്കിലും സച്ചിനെ അവിടെ നിന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്നൊരു ചിന്ത മാത്രം ലക്ഷ്മിയമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് രേവതി അടുക്കളയിലേക്ക് പോവാ ചായ വെക്കാനായിട്ട്. ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, അവനെ പറഞ്ഞു വിടാൻ നോക്ക്, നീ എന്തിനാ അവന് ചായയൊക്കെ വെച്ച് കൊടുക്കണമെന്ന് ചോദിക്കും. അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സച്ചിയുടെ പറഞ്ഞു കേട്ടില്ലേ, തലയാണ് പെരുത്ത് കയറുവന്നും, ഒരു ചായ കുടിച്ച് കഴിയുമ്പോൾ അതും കൂടെ ഓക്കെ ആയിക്കോളും, സച്ചിയാണ് അങ്ങോട്ട് പോയിക്കോളും, അമ്മ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാം. ഈ സമയം രേവതിനെ സച്ചി വിളിക്കുവാണ്. രേവതിയും കൂടെ ഓടിപ്പോയപ്പോൾ, ദൈവമേ ഇനി എന്തിനായിരിക്കും പോലും വിളിക്കുന്നത് എന്നൊരു ചിന്ത ലക്ഷ്മിയമ്മ അങ്ങോട്ട് ചെല്ലുവാണ്. അതെ ഞാൻ ഇറങ്ങുക, എനിക്ക് ചായ വേണ്ടെന്ന് പറയാം. അതെന്താ അങ്ങനെ, ഇപ്പൊ തന്നെ ചായ വെച്ചുതരാം, ഞാൻ അടുപ്പത്ത് വെച്ചെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല. ലക്ഷ്മിയമ്മ പറഞ്ഞു, അവൻ പോട്ടെ മോളെ, അവൻ ഓട്ട വളയല്ലേ, വെറുതെ എന്തിനാ, ഇത് ഇപ്പോഴൊക്കെ 10 കാശുണ്ടാക്കാൻ പറ്റുള്ളൂ, പിന്നീട് അതൊന്നും പറ്റത്തില്ല എന്ന് പറയാം. ഇത് കേട്ടതും രേവതി രൂക്ഷമായിട്ട് ലക്ഷ്മിയമ്മനെ നോക്കി. പിന്നീട് സച്ചി അങ്ങോട്ട് ഇറങ്ങണം. സച്ചി ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പറഞ്ഞു, നല്ല സൂപ്പർ കറിയൊക്കെ ആയിരുന്നു, അതെ വൈകുന്നേരം ഞാൻ വരാട്ടോ എന്ന് പറയണം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, വൈകുന്നേരം വരണമെന്ന് പറയാം. ലക്ഷ്മിയമ്മ തകർന്നു പോയി. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല ഇനി വൈകുന്നേരം വരൂ എന്നുള്ള കാര്യം. അങ്ങനെ സച്ചി അങ്ങോട്ട് പോകുമ്പോൾ രേവതിയെ പുറകെ പോവുക. ഞാനും കൂടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞോണ്ട്. ഈ സമയം ലക്ഷ്മിയമ്മേനെ നോക്കി ദേവും ശരത്തും കൂടെ ചിരിക്കണം. ഒന്ന് പോടാ അവിടുന്ന്, ചിരിച്ചോണ്ട് നിൽക്കുന്ന കണ്ടില്ലേ. ദേവ് പറഞ്ഞു, അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ, വെറുതെ സച്ചിയാണ് ഇവിടുന്ന് ഓടിക്കാൻ നോക്കിയിട്ട് ലാസ്റ്റ് അമ്മയ്ക്ക് എന്നെ പണി കിട്ടിയില്ലേന്ന് ചോദിക്കുക. ഈ സമയം രേവതി സച്ചിയുടെ പുറകെ ചെല്ലുവാണ്. അപ്പം സച്ചി പറഞ്ഞു, വൈകുന്നേരം ഞാൻ വന്നേക്കാം, കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് പറയാം. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാന്ന് പറയാണ്. അങ്ങനെ സച്ചി നേരെ കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഗജാനന്ദന്റെ ഗുണ്ടകൾ അവിടെ നിൽക്കുന്നു. അവന്മാര് സച്ചിനെയും കണ്ടായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു, അല്ലടാ ഇതെന്താ ഇവൻ വന്നിട്ട് പോവാന്ന് തോന്നില്ലേന്ന് പറയുക. അപ്പൊ ഒരുത്തം പറഞ്ഞു, ശരിയാ ആടിമാസം അല്ലേ, അപ്പൊ ഭാര്യയുടെ വീട്ടിൽ വന്ന് തങ്ങാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പോകുന്ന, നമുക്ക് ഈ കാര്യം ഉടനെ തന്നെ ഗജാനന്ദനോട് പറയണമെന്ന് പറയാം. ശരിയെന്ന് പറയാം. അപ്പൊ സച്ചി ഇങ്ങനെ കണ്ണാടിക്കോട് നോക്കുമ്പോൾ ഇവന്മാര് നിൽക്കുന്നുണ്ടോ, ഇവന്മാര് സംസാരിക്കുന്നുണ്ടോ. സച്ചിക്ക് പെട്ടെന്ന് അപകടം എടുത്തു. ആ സമയം രേവതി അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. രേവതിയോട് പറഞ്ഞു, അതെ ഞാൻ വാച്ച് എടുത്തില്ല, നീ പോയി എന്റെ വാച്ച് എടുത്തോണ്ട് വരാൻ പറയണം. അങ്ങനെ രേവതി അകത്തേക്ക് പോവാ. ഈ സമയത്ത് ലക്ഷ്മിയമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പോയല്ലോ സച്ചി, ആ ഒരു സന്തോഷത്തില്. പെട്ടെന്ന് രേവതി എഴുതാണ്ടപ്പോ ചോദിച്ചു, എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അതെ സച്ചിയുടെ വാച്ച് എടുക്കാൻ മറന്നുപോയി, വാച്ച് എടുക്കാൻ വന്നാന്ന് പറയാണ് ഞാൻ. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് തിരികെ കയറി വരുന്നത്. എന്താ സച്ചിയുടെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അതെ ഞാനൊന്ന് ഓട്ടം പോകുന്നില്ലെന്ന് പറയണേ. പോകുന്നില്ലേ, അതെന്താ? പോകുന്നില്ല, അത്ര തന്നെ കാര്യം എന്ന് പറയണം. കാരണം സച്ചി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ വണ്ടി കാറിൽ നിറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ മഹേഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ മഹേഷെ ആ മൈത്രിനാളിലൊരു ഓട്ടോ ഉണ്ട്, നീ അത് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സച്ചിക്ക് മനസ്സിലായി ഇപ്പൊ ഈ സമയത്ത് ഇവിടുന്ന് പോകുന്ന അപകടമാണെന്നുള്ള കാര്യം. ലക്ഷ്മിയും പറഞ്ഞു, അല്ല മോനെ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഉണ്ടായിരുന്നു, അത് പക്ഷെ ഞാൻ മഹേഷിനെ ഏൽപ്പിച്ചെന്ന് പറയാ.
അല്ല മോനെ, ഇങ്ങനെ കിട്ടുന്ന ഓട്ടമൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു ചോദിക്കാം. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് പറയാം. രേവതി പറഞ്ഞ അന്നെങ്കിൽ ഞാൻ ചായ എടുത്തോണ്ടാന്ന് പറഞ്ഞ് രേവതി അകത്തേക്ക് കയറി പോവാ. പിന്നീട് സച്ചിക്കുള്ള ചായ കൊണ്ട് കൊടുക്കുക. സച്ചിക്കും ഭയങ്കര സന്തോഷമായി ചായ കുടിച്ചിരിക്കണം. ഈ സമയം ദേവ് പറഞ്ഞു, ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നില്ലേ, സച്ചിയുടെ കണ്ടില്ലേ, ജോലിക്ക് പോയില്ല എന്ന് പറയാ. ചേച്ചിയുടെ ആഗ്രഹം അതായിരുന്നല്ലോ എന്ന് പറയാ. ഒന്ന് പോടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് കുറെ ചേച്ചിമാർ അങ്ങോട്ട് വരുന്നത്, അയലക്കത്തൊക്കെ ഉള്ളതാണ്. അവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രേവതി ചേച്ചി എന്താ ചേച്ചി എന്താ കാര്യം നിൽക്കണേ? ഒന്നുമില്ല, സച്ചിനെ വെറുതെ കാണാൻ വന്നാ. സച്ചി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ, കാരണം ഗജാനന്ദന്റെ പിടിയിൽ നിന്ന് സച്ചിയല്ലേ ഞങ്ങളെ രക്ഷിച്ച്. കാരണം നേരത്തെ പലിശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ള പലിശ വാങ്ങിച്ചോണ്ടിരുന്ന, ഒരു ദിവസം കൊടുക്കാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നമായിരുന്നു അവൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. ഇപ്പൊ സച്ചി വന്ന് അവനൊന്ന് എടുത്തിട്ട് പെരുമാറിയതോടുകൂടി അവന്റെ അഹങ്കാരത്തിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സച്ചിനെ കാണാൻ വന്നേന്ന് പറയാ. പിന്നീട് സച്ചിയുമായിട്ട് അവർ ഓരോ തമാശകൾ അവിടെ ചിരിക്കുകയാണ്. ഈ സമയം സച്ചി ദേവുവിനോട് പറഞ്ഞു, പോയി ചായ എടുത്തോണ്ട് വാ, ഇവർക്കും കൂടെ ചായ കൊടുക്കാൻ പറയണം. അങ്ങനെ ദേവു പോയി എല്ലാവർക്കും ഉള്ള ചായയൊക്കെ ആയിട്ട് വന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ലക്ഷ്മിക്ക് വല്ലാത്ത പെപ്രാളമായിരുന്നു. ഇനിയിപ്പൊ സച്ചി പോകുന്നും തോന്നില്ല, എന്ത് ചെയ്യും ഭഗവാനെ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് സച്ചി പറഞ്ഞു, ആഹാ ഇതെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയും. പിന്നെ എങ്ങനെ സന്തോഷിക്കാതിരിക്കും, സച്ചി ഉള്ളത് ഞങ്ങൾക്ക് ഒരു ആശ്വാസം എന്ന് പറയാണ്. പിന്നെ സച്ചി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആകെ പാടൊരു ആഘോഷം മേളല്ലേന്ന് ചോദിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരത്തി എന്തേ സച്ചിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് എന്തൊക്കെ തമാശകളൊക്കെ ഇറക്കിയതാ, ഈ തവണ തമാശകളൊന്നും ഇല്ലേന്ന് ചോദിക്കും. തമാശകളുണ്ടോന്ന് ചോദിച്ചാൽ തമാശകളൊക്കെ ഉണ്ടെന്നല്ലേ, എന്നാ പറ ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറയണം. അങ്ങനെ സച്ചി പറഞ്ഞു, അതെ ഞാൻ ഒരു കഥ പറയാന്ന് പറയണം. എന്ത് കഥ? അതെ, ഒരു ജോലിസനുണ്ടായിരുന്നു. ആ ജോലിസന് ഒരു കച്ചവടക്കാരനോട് പറഞ്ഞു, അതെ നിങ്ങൾ സൂക്ഷിക്കേണ്ട സമയമായി, കാരണം നിങ്ങൾ വെള്ളത്തെ ഭയക്കണമെന്ന് പറയാ. ഇത് കേട്ടെന്ന് വെള്ളത്തെ ഭയക്കണമെന്നാ? അതെ, വെള്ളം കൊണ്ടായിരിക്കും മിക്കവാറും നിങ്ങളുടെ മരണം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയായി. വെള്ളമോ ദൈവം, അപ്പൊ ഇനി വെള്ളത്തിന്റെ അടുത്തൊന്നും പോകണ്ട എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, പുള്ളിക്കാരൻ ഒരു മുറിക്കകത്ത് കയറി അടച്ചിരുന്നു. ഇനിയിപ്പോ വെള്ളത്തിനടുത്ത് എന്നാലേ തനിക്ക് മരണം സംഭവിക്കുള്ളൂ. പക്ഷേ എങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് വെള്ളം കുടിക്കാൻ തോന്നി. വേണ്ട, വെള്ളം വേണ്ട, ഇനിയിപ്പോ വെള്ളം കിട്ടാതെ താൻ മരിച്ചാലോ, അല്ല വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതുമൂലം അങ്ങനെ തനിക്ക് വല്ല മരണം സംഭവിച്ചാലോ എന്നോർത്ത് വെള്ളവും മേടിച്ചില്ല. അങ്ങനെ പുള്ളിക്കാരൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇക്കളെടുക്കാൻ തുടങ്ങി. ഇക്കളെടുത്ത് അവസാനം അയാളും കൂടെ മരിച്ചെന്ന് പറയാണ്. ഇത് കേട്ടോ എല്ലാവരും ചിരിച്ചു. അപ്പൊ സച്ചി പറഞ്ഞു, അതെ നമ്മുടെ ഭയമാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗജാനന്ദന്റെ കാര്യം. അതെ, ഗജാനന്ദനെ നിങ്ങൾ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഒരു ദിവസം ഒന്ന് എതിർത്ത് നോക്കിയേ, പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ചിരിച്ചു. ഈ സമയത്ത് ലക്ഷ്മിയൻ പറഞ്ഞു, മതി മതി കഥയൊക്കെ മതി എന്ന് പറയണേ. എല്ലാവരും അവരുടെ വീട്ടിൽ പോകാൻ പറയാണ്. എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. പിന്നീട് സച്ചി വന്നു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, ഞാൻ സച്ചിയോട് ഫുഡ് എടുക്കട്ടെ എന്ന് നിൽക്കും. എടുത്തോളാൻ പറയാണ്. അങ്ങനെ രേവതി പോയി സച്ചിക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ എടുത്തോണ്ടെന്ന് കൊടുക്കണം. സച്ചി അത് വയറ് നിറച്ച് കഴിക്കുക. സച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് രേവതിയോട് പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട് ഫുഡൊക്കെ, നല്ല ടേസ്റ്റിയാന്ന് പറയണം. ഇത് കേട്ടാൻ രേവതി പറഞ്ഞു, അതെ ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കിയതാന്ന് പറയണേ. അപ്പോഴൊക്കെ ലക്ഷ്മിയമ്മയുടെ ഉള്ളിലാത്തൊരു തീയ, എന്തൊക്കെ സംഭവിക്കും എന്തൊന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ടെൻഷൻ അടിച്ച് ലക്ഷ്മിയമ്മ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.